ഇനി ബെർലൈ സ്പെഷ്യൽ. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യരും ഒരു തരത്തിലല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ സൗന്ദര്യ ആരാധകരാണ്. പലർക്കും ഒരു ആരാധന സൗന്ദര്യമുള്ള ഒരു സ്ത്രീയോ പുരുഷനോടാകാം, അതല്ലെങ്കിൽ വലിയൊരു വീടിനോടാകാം, അതുമല്ലെങ്കിൽ ഒരു നല്ല ലക്ഷറി ആയിട്ടുള്ള കാറിനെക്കുറിച്ചാകാം. പക്ഷേ നിങ്ങളൊന്ന് നോക്കണം, ലോകത്തെ ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള പലതും വളരെയേറെ സൗന്ദര്യമുള്ളതാണ്. ഒന്നും നമ്മൾക്കോ വാങ്ങാനോ അതിനെക്കുറിച്ച് ചിന്തിക്കാനോ പോലും പറ്റുന്നതിനെക്കാട്ടിയും ഉപരിയാണ് അതിൻ്റെ വിലകളൊക്കെ. ഇന്ന് പതിവിന് വിപരീതമായി നമ്മൾക്ക് ഏറ്റവും എക്സ്പെൻസീവായിട്ടുള്ള പല സാധനങ്ങളും നമ്മുടെ ചുറ്റുമുണ്ട്. അതിനെയൊന്ന് ഞാൻ പരിചയപ്പെടുത്താം. ഫോബ്സ് മാഗസിൻ്റെ കണക്ക് പ്രകാരം ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള വീട് ഏതാണെന്നറിയാമോ? അതൊരു ഇന്ത്യക്കാരൻ്റെയാണ്, നമ്മുടെ മുകേഷ് അംബാനിയുടെയാണ്. ഇന്ന് ലോകത്തെ 21ാമത്തെ ബില്യണറാണ് മുകേഷ് അംബാനി. സൗത്ത് മുംബൈയിലാണ് ആ വീടിന് പേരിട്ടേക്കുന്ന ആൻറ്റിലിയ എന്നാണ്. 27 നിലയുള്ള ആ വീടിന് ഏകദേശം 600ഓളം ഫുൾ ടൈം ജോലിക്കാരവിടെ ഉണ്ട് ആ വീട് സംരക്ഷിക്കാൻ. 650 കാറുകൾക്ക് പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. 4 നിലയിൽ ഗാർഡനുണ്ട്. പ്രത്യേകം ഹെൽത്ത് ക്ലബ്ബുകളെല്ലാം ആ വീടിൽ, സിനിമാ തിയേറ്റർ, എല്ലാവിധ മോഡേൺ സൗകര്യങ്ങളുമുണ്ട്. അത് ഡിസൈൻ ചെയ്തത് ഒരു അമേരിക്കക്കാരനാണ് വീട്. ആ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്ത ഒരു ഓസ്ട്രേലിയൻ കമ്പനിയാണ്. പക്ഷേ ഇന്ന് ജീവിക്കുന്ന ഏറ്റവും വലിയ ബില്യണർ എന്ന് പറയുന്നത് മെക്സിക്കക്കാരനായ കാർലോസാണ്. കാർലോസിൻ്റെ അസറ്റ് എന്ന് പറഞ്ഞാൽ 77 ബില്യനാണ്. അത് ബിൽഗേറ്റ്സിനൊക്കെ 60 ഉള്ളൂ, പക്ഷേ 77 ബില്യനുള്ള ആളാണ് അദ്ദേഹം. ഈ ടെലികോം ജയൻ്റ് എന്നറിയപ്പെടുന്നത് ഒത്തിരി കമ്പനികളുടെയൊക്കെ ഡയറക്ടറൊക്കെയാണ്. എങ്കിൽ പോലും അദ്ദേഹം ഇന്നും താമസിക്കുന്നത് ഒരു മോഡസ്റ്റ് ഹൗസ്, 6 ബെഡ്റൂമുള്ള ഹൗസിലാണ് അദ്ദേഹം താമസിക്കുന്നത്. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള മരുന്ന് ഏതാണെന്ന് നോക്കാം. സോളിറിസ് എന്ന് പറയുന്ന പേരിലുള്ള ഒരു മരുന്ന് അമേരിക്കയിൽ ഇറക്കുന്നുണ്ട്. അത് പരോക്സിസ്മൽ നൊക്ടേണൽ ഹീമോഗ്ലോബിനൂറിയ എന്നൊരു അസുഖം, PNH എന്ന് പറഞ്ഞ പേരിലുള്ള ഒരു അസുഖമുണ്ട്. വളരെ കുറച്ച് പേരിലെ ഈ അസുഖം കാണാറുള്ളൂ. അമേരിക്കയിലാണെങ്കിൽ തന്നെ ഒരു കൊല്ലം 8000 പേർക്ക് ഈ അസുഖം ഉണ്ടാകത്തുള്ളൂ. അതിൻ്റെ പ്രൈസ് ഒരു കൊല്ലത്തെ ചികിത്സയെന്ന് ആനുവൽ ട്രീറ്റ്മെൻറ്റ് ഏകദേശം 3.5 കോടി രൂപയാണ് ആ മരുന്നിന്. അപ്പോൾ കമ്പനിക്കാരുടെ അടുത്ത് ചോദിച്ച് ഇത്രയും എക്സ്പെൻസീവ്, അതിന് വേണ്ടി 15 കൊല്ലം ഇൻവെസ്റ്റ് ചെയ്ത് ഈ മരുന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. കോമ്പറ്റീറ്റേഴ്സൊന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്നും അത്രയും ഹയസ്റ്റ് പ്രൈസ്ഡ് ആയിട്ടുള്ള മെഡിസിനാണത്. കാറുകൾ എല്ലാവർക്കും ഒരു വീക്ക്നെസ് ആണെന്ന് വേണമെങ്കിൽ പറയാം. ലോകത്തെ ഏറ്റവും വിലപിടിപ്പുള്ള കാർ ഏതാണ്? ഒരു സ്പോർട്സ് മോഡലല്ല, ബൊഗാട്ടി വെറോൺ എന്നാണ് ഇതിന് പറയുന്നത്. അത് കണ്ടു കഴിഞ്ഞാൽ അറിയാം. ചില ബ്ലാക്ക് കളർ കാറൊക്കെ കണ്ടാൽ നല്ല രസമാണ്. അത് അതിൻ്റെ റോഡ് പറ്റ കിടക്കുന്ന പോലെ തോന്നും. 15 കോടി രൂപയാണ് ഇതിൻ്റെ വില. അതിൻ്റെയൊക്കെ താഴെയാണ് നമ്മുടെ ഫെറാറിയും റോൾസ് റോയ്സും ഒക്കെ ഉള്ളത്. വിദേശ നാടുകളിലാണെങ്കിൽ ജനങ്ങൾക്കൊക്കെ ഒരു കൊച്ചിനെ നോക്കുന്ന പോലെയാണ് അവിടെയുള്ള ആൾക്കാരെല്ലാം അവരുടെ പെറ്റ്സിനെയൊക്കെ നോക്കുന്നത്. നിങ്ങൾക്കറിയാവോ, ഒരു ക്യാറ്റ് നമ്മളൊക്കെ വളരെ സർവ്വസാധാരണമായിട്ട് കാണുന്ന ഒന്നാണ്. അമേരിക്കയിൽ അഷാറ എന്ന് പറഞ്ഞൊരു ക്യാറ്റുണ്ട്. അതിന്ന് ഒരു കൊല്ലം ഒരു 5 ക്യാറ്റിനെ ബ്രീഡാണ് ഇതിനെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്. കണ്ടു കഴിഞ്ഞാൽ ഒരു പട്ടിയുടെ അത്രയും വലിപ്പമൊക്കെ കാണും. അതിൻ്റെ ദേഹത്തൊക്കെ പുള്ളിയൊക്കെ കണ്ടു കഴിഞ്ഞാൽ ടൈഗറിൻ്റെ പുള്ളി പോലെ ഇരിക്കുന്നതാണ്. നല്ല രസമാണ് കാണാൻ. പക്ഷേ അതിൻ്റെ വില 1.5 കോടി രൂപയാണ് അഷാറ. ഈ കമ്പനിയാണ് മാർക്കറ്റ് ചെയ്യുന്നത്. ലൈഫ് സ്റ്റോക്ക് എന്ന് പറഞ്ഞൊരു അമേരിക്കൻ കമ്പനിയാണ്. ആ കമ്പനി 5 പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള, അതിന് ടേക്കേഴ്സുണ്ട്. ഏറ്റവും വില പിടിച്ച പട്ടിയെക്കുറിച്ചൊന്ന് നോക്കാം. ഏറ്റവും വില കൂടിയ പലതരത്തിലുള്ള പൂടകളുള്ളതുണ്ട്. പക്ഷേ ഒരു ടിബറ്റിയൻ മിസ്ലിഫ് എന്ന് പറഞ്ഞൊരു പട്ടിയുണ്ട്. അതൊരു ബ്രീഡാണ്. അതിൻ്റെ ഹൈറ്റ് ഏകദേശം 32 ഇഞ്ചോളം വരും. നല്ല വണ്ണമാണ്. 150 പൗണ്ടോളം അതിന് തൂക്കവും വരുന്നതാണ്. ഇതിന്
പല കളറിലും ബ്ലാക്ക്, റെഡ്, വൈറ്റ് പോലും ഇന്ന് അവൈലബിൾ ആണ്. അത് യജമാനോട് വളരെയേറെ ഭക്തിയുള്ളതോ അല്ലെങ്കിൽ സ്നേഹമുള്ള തരം ഒരു പട്ടിയാണ് ടിബറ്റിയൻ മിസ്ലീഫ് എന്ന് പറയുന്നത്. ജംഗിഷ് ഖാൻ്റെ കാലം മുതലേ ഉള്ള ഒരു പുരാതന പട്ടിയാണ്. അതിന് 3 കോടി രൂപയാണ് ടിബറ്റിയൻ മിസ്ലീഫിൻ്റെ വില. അമേരിക്കയിൽ ഇതൊക്കെ ചിലവായി പോകുന്നുണ്ട്. നമ്മൾ പലപ്പോഴും കാണുന്ന ഒന്നാണ് ഈ പലതരം പെയിൻറ്റിങ്ങിനൊക്കെ ഭയങ്കര വിലയുണ്ടെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും വില കൂടിയ പെയിൻറ്റിങ് കച്ചവടം നടന്നത് എപ്പോഴാണ്? ഇത് പോൾ സെസാനിയുടെ ഒരു പെയിൻറ്റിങ്ങാണ്. കാർഡ് പ്ലെയർ എന്ന് പറഞ്ഞാണ് അതിൻ്റെ ടൈറ്റിൽ. 2 പേരിങ്ങനെ കാർഡ് കളിക്കുന്നു. ഖത്തറിലെ രാജകുടുംബക്കാർ അത് 1570 കോടിക്ക് അത് മേടിച്ച് ഖത്തറിൽ നിന്ന് കൊണ്ടുപോയിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും ചിലവേറിയ മാരേജ് ആരുടെയാണെന്നറിയാം? അതും ഒരു ഇന്ത്യക്കാരൻ്റെയാണ്. ഇപ്പോഴത്തെ ലോകത്തെ ബില്യനേഴ്സിൽ 9ാം സ്ഥാനമുള്ള ലക്ഷ്മി മിറ്റലിൻ്റെ മോളാണ് വനീഷ മിറ്റൽ. ഒരു അമിത് ഭാട്ടിയുമായിട്ടുള്ള കല്യാണമായിരുന്നു. അത് കല്യാണം 5 ദിവസം നീണ്ടു നിന്ന കല്യാണമായിരുന്നു. അത് ഫ്രാൻസിലായിരുന്നു കല്യാണം നടന്നത്. അത് കഴിഞ്ഞ് ബാക്കി ഭാഗം ഇന്ത്യയിലായിരുന്നു. അതിൻ്റെ ഇൻവിറ്റേഷൻ കൊടുത്തിരുന്നത് തന്നെ സിൽവർ പേപ്പറിലാണ്. 20 പേജുള്ള സിൽവർ പേപ്പർ സ്പെഷ്യൽ ഇൻവിറ്റേഷനാണ്. 1000 പേര് പങ്കെടുത്ത ഒരു കല്യാണമാണ് അന്ന് അവിടെ നടന്നത്. ഷാരൂഖ് ഖാനൊക്കെ അന്ന് അവിടെ ഒരു സ്റ്റേജ് പെർഫോമൻസൊക്കെ നടത്തിയൊരു മാരേജായിരുന്നു. 300 കോടി രൂപയാണ് ആ കല്യാണത്തിന് വേണ്ടി ചിലവാക്കിയത്. ഫോബ്സ് മാഗസിനിൽ ഇന്നും ടോപ്പ് റാങ്കിങ്ങിൽ ഏറ്റവും കൂടുതൽ ചിലവാക്കിയ കല്യാണമെന്ന് പറഞ്ഞ് അറിയപ്പെടുന്നത് ഈ ലക്ഷ്മി മിറ്റലിൻ്റെ മോളുടെ കല്യാണമാണ്. ലോകത്തെ ഏറ്റവും വില പിടിച്ച അല്ലെങ്കിൽ സ്പോർട്സ് ബുക്സായിട്ട് എഴുതിയത് അല്ലെങ്കിൽ മാൻമെയ്ഡ് ബുക്സിലൊക്കെ ഏറ്റവും വില പിടിച്ച ബുക്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ പ്രശസ്ത ഇന്ത്യൻ ക്രിക്കറ്റ് താരം സച്ചിൻ തെണ്ടുൽക്കർ എഴുതിയ ഓപ്പസ് എന്ന് പറഞ്ഞ ബുക്കാണ്. ആ ബുക്കിന് ഏകദേശം 35 കിലോ വെയിറ്റ് ഉണ്ട്. അത് ഹാൻഡ് മെയ്ഡാണ്. അതിൻ്റെ സൈഡിൽ ഗോൾഡൻ ലീവ്സൊക്കെ ഉണ്ട്. അതിന് റെയർ കളക്ഷൻ ഓഫ് ഫോട്ടോസ്, അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലം മുതൽ പബ്ലിക്കൊന്നും കാണാത്ത പല കളക്ഷൻ 1000ഓളം ഫോട്ടോകളുള്ള ഈ ബുക്ക് ഏകദേശം $3,50,000 നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തു. അത്രയും വിലയ്ക്കാണ് ഈ ബുക്ക് പോയത്. ഇത് റെയർ കളക്ഷൻ ഓഫ് ബുക്സിൻ്റെ ഓപ്ഷനിൽ പോയതാണ്. പിന്നെ ഇന്ന് മൊബൈൽ ഫോണിൻ്റെ കാലമാണല്ലോ. ഐഫോണിൻ്റെ ഒരു സ്പെഷ്യൽ 3G ഐഫോണുണ്ട്. ആ ഐഫോണിൻ്റെ ബട്ടണൊക്കെ ഡയമണ്ട്സ് കൊണ്ടുള്ള ബട്ടൺസാണ്. ആ ഐഫോൺ പോയത് 12 കോടി രൂപയ്ക്കാണ്. പ്രശസ്ത ഫുട്ബോൾ താരമുണ്ടല്ലോ ഡേവിഡ് ബെക്കം, ഇംഗ്ലീഷുകാരൻ. അദ്ദേഹം പലതരം ഫാൻസികളാണ്. ചില നമ്പേഴ്സിനോട് ഒക്കെ ചില തരത്തിലുള്ള ഓഡ് നമ്പേഴ്സ് പുള്ളിക്ക് ഇഷ്ടമുള്ള അങ്ങനെ കുറേ കാര്യങ്ങളും. അദ്ദേഹം തന്നെ പലതരത്തിലുള്ള ഗിഫ്റ്റുകളും വളരെ എക്സ്പെൻസീവ് ഗിഫ്റ്റുകൾ പുള്ളിയുടെ വൈഫിന് കൊടുക്കാറുണ്ട്. വില കൂടിയ ഡയമണ്ട്സൊക്കെ കൊടുക്കാറുണ്ട്. ഒരിക്കലൊന്ന് കൊടുത്തത് ഒരു ഹെറം കമ്പനിയുടെ ഒരു ബാഗാണ്. ഏകദേശം ആ ബാഗിൻ്റെ വില 1 കോടി രൂപ വരും. $1,25,000 വരുന്ന ഒരു ബാഗാണ് ഇരിക്കുന്നത്. ഇങ്ങനെ പലതരത്തിൽ നമുക്ക് നോക്കാം. മുകേഷ് അംബാനിയൊക്കെ ഒരു ഗിഫ്റ്റ് കൊടുത്ത വലിയൊരു യാട്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് കൊടുത്തത്. ഇങ്ങനെ വളരെ വളരെ എക്സ്പെൻസീവായിട്ട് പല കാര്യങ്ങളും നമ്മളുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. പക്ഷെ നമ്മൾക്കൊന്നും അതൊന്നും എത്തിപ്പറ്റാനൊന്നും പറ്റത്തില്ല. ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ ഇത്രയും കൂടുതൽ ചിലവാക്കുന്നത് ശരിയാണോ തെറ്റാണോ എന്ന് നിങ്ങൾ തന്നെ മനസ്സിലാക്കുക.